ഹലോ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ സൈഗോൺ മ്യൂസിയം അല്ലേ, സൈഗോൺ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസ് മീൻസ് ഒരു 2 കിലോമീറ്റർ. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ച്. 12 12 2.2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഞങ്ങൾ ഇത് നടക്കാമെന്ന് വിചാരിച്ചു, കാഴ്ചകളൊക്കെ കാണാമല്ലോ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റ് ഇന്നലെ നൈറ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്താണ്. ഇതിങ്ങനെയൊന്നല്ലേ ഒന്ന് ഫുള്ള് ഇതന്നെയാണെന്നല്ലോ ഒന്ന് നൈറ്റ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത സ്ട്രീറ്റ് ആണ്. പക്ഷെ ഇന്ന് ഭയങ്കര കാമൻ ക്വയറ്റായി കിടക്കുന്നു. ഇന്നലെ ഒന്ന് സ്ഥലമാണെന്നേ മനസ്സിലാവും. ആണോ? ഇപ്പോ എടുക്കണോ? ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് ആ ലാൻഡുകളുടെ കടയിൽ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നു പോവാം. ഇതാട്ടോ ഇന്നലെ വന്ന ഏരിയ സ്ട്രീറ്റ്. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് മാറിപ്പോയി. നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ലേറ്റ് നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ വൈബാണ്. വീക്കെൻഡ്സ് ആണെങ്കിൽ പറയും വേണ്ട. കഷ്ടപ്പെടുക നോയിക്കോ. മൂപ്പര് നൈസായിട്ട് സ്കേറ്റ് ബോർഡിൽ പോകുന്നു, ഞങ്ങളിവിടെ നടന്നു പോകും. സെവനിലെവൻ ആണോ? ഫോറിനേഴ്സാ? ഇവിടെയൊക്കെയാണ് ഇന്നലെ കംപ്ലീറ്റ് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു ഈ സ്റ്റാൻഡിന്റെ മുകളിലൊക്കെ. പക്ഷെ ഇവിടെ ഇപ്പൊ പകല് കണ്ടോ, ഒന്നുമില്ല, കംപ്ലീറ്റ് കാലി. ഇന്നലെ ഇവിടെ എത്ര ആക്ടിവിറ്റി നടന്നിട്ടേ. ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ആകെ ഉള്ളത് കുറച്ച് സിഗരറ്റിന്റെ ഇതും പിന്നെ എല്ലാ ചില്ലറ വേസ്റ്റ് കൊടുക്കും. നമ്മളവിടെയൊക്കെ കാലിക്കറ്റൊക്കെ ആണെങ്കിൽ ഈ ബീച്ചിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അവിടെ ഇരിക്കാനും കിടക്കാനും നടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ? വേസ്റ്റ് ഇല്ല എന്ന് പറയുന്നില്ല, വേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും മാനേജബിൾ ലെവലാണ്. ഡ്രൈവർ നോക്ക്. ഇതാണ് നമ്മളെ വിയറ്റ്നാമീസ് കള്ളുകൂടി പാമ്പ്. ഇതിനിവിടെ ചോൺ ചീ എന്ന് പറയും, ചിൻ ചോയ് എന്നും വേണമെങ്കിലും പറയാം അല്ലേ? എന്താ പറയുന്നത്? ഇവിടെ അല്ലേ ഇന്നലെ ഒരു പാടി? ഇതല്ല, കഴിഞ്ഞോ? ഇന്നലെ ഞങ്ങള് കുറെ സോങ് ഒരു ബാൻഡ് പെർഫോം ചെയ്യുന്ന റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാറാണ്, പബ്ബാണ് ഇത് കാണുന്നത് റൈറ്റ് സൈഡിൽ, ലോസ്റ്റ് ഇൻ സൈഗോൺ. പക്ഷെ ഇപ്പൊ നോക്ക് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോസ്റ്റ് ഇൻ സൈഗോൺ, വിസ്കി ആൻഡ് ബിയർ. അടുത്തൽ ക്ലോസ് ചെയ്യല്ലേ? ഇവിടെ പോലീസുകാർ ഇവിടെ ഹെൽമെറ്റിന് മുകളിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് റെഡിയായി നിൽക്കുക, എന്തെങ്കിലും ഒഫൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി. ഇതാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ.
Um, I feel like there's really not that many people like you guys don't about walking. Like heaps of friends, you know, walking places like especially when it's hot. I mean, if it gets too much, yeah, for sure. But I have people that just won't even like bother. Like that's ഞങ്ങളെപ്പോലെ വേറെ ആള് വ്ളോഗ് ചെയ്ത് പോകും. ഇവര് പണി പെട്രോൾ പമ്പ് ഇതാണ് വിയറ്റ്നാമിലെ പെട്രോൾ പമ്പ്. ആ പച്ച സ്ട്രെയിറ്റ് അല്ലേ? ഐട്ടൻ ഐട്ടൻ കാർ. ഈ ബസ്സില്ലേ കാണുന്ന ഇതാണ് മറ്റേ സിറ്റി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. നിങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി സൈറ്റ് സീയിങ്. ഇത് ഓപ്പൺ ടോപ്പ് ബസ്സാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ടിക്കറ്റ് കൊടുത്ത് സിറ്റി ഇവിടെയുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസിൽ കൂടി കയറുന്നത് പോവാം. അത് കണ്ടിട്ട് പോകാൻ പറ്റും അല്ലേ? അല്ലേ ആഷ്ലി? ഇതിനെ പോലെ തോന്നുന്നു നേപ്പാളികൾ ഇവിടെയല്ലേ? വിയറ്റ്നാംകാർ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ ഇതിനെ പോലെ തോന്നുന്ന വിയറ്റ്നാമീസ് ഇവിടെ ഉണ്ട്. എവിടെ? ഒരാളാണ് ഇന്ത്യൻ ലുക്കോ? ഇതുപോലെ അങ്ങനെ ഫെയർ ഒന്നുമില്ല. പെമ്പിള്ളേർ എന്തോ ചെയ്യണ്ടല്ലേ കാര്യമായിട്ട്? ആണുങ്ങൾ ഇത്ര അറിയില്ലല്ലോ. ഇവരൊക്കെ നമ്മളൊക്കെ സ്കിൻ ടോണാണ്. നമ്മളെ നാട്ടിലുള്ള വെളുത്തുള്ള ആൾക്കാരെ സ്കിൻ ടോണാണ്. നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും സമയത്ത് ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ വിജയിച്ചു ഗൈസ്. ക്ഷീണിതനായ വിഷ്ണു ദ്വാരകാനാഥ്. ഞങ്ങൾ ബെൻതാൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് അല്ലേ പോകുന്നത്? എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പിന്നെ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് പോയാലോന്നാണ് വിചാരിക്കുന്നത്. അല്ലേ? കയറാൻ പറ്റുമോ? സാർ വെറുതെ അടിക്കുന്ന സ്റ്റേജല്ല. ഇത് ഇന്നലെ നമ്മള് വന്ന സ്ഥലമാണ്. അല്ലട്ടോ അല്ലേ? വ്യത്യാസം. ഞങ്ങൾ ഇതിലെ വന്നപ്പോ വിചാരിച്ചു ഇന്നലെ വന്നിട്ട് എന്താ കഴിച്ചു ഇന്നലെ? എന്താ അതിന്റെ പേര്? അവക്കാഡോ സ്മൂത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്മൂത്തി ഇന്നലെ കഴിച്ചെങ്ങനെ അറിയോ? ഫ്രഷ് സ്മൂത്തി, നോ ഷുഗർ, പ്യുവർ അവക്കാഡോ ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കി തരും. അതുകൊണ്ട് കുടിക്കുക. പക്ഷെ ശരിക്കും അങ്ങനെയാണ് കുടിക്കേണ്ടത് അല്ലേ? നോ ഷുഗർ എനിത്തിങ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ നടന്നു. നല്ല നല്ല കളേഴ്സ് അല്ലേ ഇവിടെ? റിച്ച് ഏരിയ കൊണ്ട് ഞങ്ങൾ വിട്ടിരിക്കുന്നു, വെറുതെ വിട്ടിരിക്കുന്നു അല്ലേ? അടുത്ത പ്രാവശ്യം കാണാം. ആ കഴിച്ചാലോ? ബാൻമി കഴിക്കണോ? വിശക്കുണ്ടോ? വിശന്നിട്ട് കഴിക്കല്ലേ?
ഞങ്ങൾ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് പട്ടിണി എടുത്ത് ജീവിക്കും. പട്ടിണി, ഓൺലി ലോക്കൽ ഫുഡ് ആൻഡ് പട്ടിണി. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ പറയാ, എല്ലാവരും ചുരിദാർ യൂസ് ചെയ്യുന്നത്. ആ ഷോപ്പിനുള്ള ഇവിടെ നമ്മൾ ഇതിലെ നടന്നു പോയിട്ടുണ്ട്. ഒരു മലയാളി പോയി ഇപ്പോഴത്തെ ബാഗിലിട്ട് പോയി ആ അയ്യോ, ആദ്യമായിട്ട് 2 മലയാളീസിനെ കണ്ട്, പക്ഷെ ഒരു മിസ്സാവും ചെയ്തു. ഇങ്ങനത്തെ സ്ഥലം ഞാൻ പറഞ്ഞു, അങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നത് ഭയങ്കര ചീപ്പാ. ഫുഡ് നല്ല ഫുഡും കിട്ടും. എവിടെ കഴിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പുറത്തത് അയച്ചുമാരി ഇരിക്കുന്ന ഇവിടെ ഞാൻ സജഷൻ നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ലോക്കൽസ് ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് കഴിക്കണം എന്നാ പറയുന്നത്. കാരണം നല്ല ഫുഡും ഉണ്ടാവും. ഒരു കാര്യം സീനാണ്, അത് ഉറപ്പിക്കാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ അത്ര ടെറർ സീനൊന്നുമില്ല. എല്ലാവർക്കും ഒരു മിനിമം, എല്ലാ ഫുഡിനും ഒരു മിനിമം ഇതുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിശ്വാസം തോന്നുന്നു. കടയൊക്കെ തുറന്നിട്ട് ആൾക്കാരില്ല. ഇന്ത്യൻ ആഫ്രിക്കൻ ടൈപ്പ് ചുരിദാർ വേണ്ടവർ ഇങ്ങോട്ട് പൊന്നുള്ളി. എല്ലാരും ക്യൂ ആയിട്ട് വരും കേട്ടോ. ആ ടാനിലിരിക്കുന്ന ലേഡീനെ കണ്ടോ, ഫിറ്റ് ചെയ്ത് വെച്ചോല്ലേ അവിടെ അല്ലേ? ആ മറ്റേ എന്താ പറയാ, മാനിക്കിനൊക്കെ വെച്ചോല്ലേ. സ്റ്റാച്ചു ആണ് നമ്മളെ വിയറ്റ്നാമിൻ്റെ ഒരു ഐക്കൺ, മെയിൻ ആളാണ് ഹോച്ചിമിൻ. നമ്മളെ ഗാന്ധിജി എന്നൊക്കെ പറയുന്ന പോലെ വിയറ്റ്നാം 3-4 എന്താ പാർട്ടായിട്ട് 4-5 പാർട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു കൺട്രിയാണ്. അതിനെ യൂണിഫൈ ചെയ്തത് ഹോച്ചിമിനാണെന്നാണ് എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൂ. ഞാനൊന്നും ഗൂഗിളിൽ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് എപ്പോഴോ കേട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് ഹോച്ചിമിൻ. നമ്മളെ നോട്ട്സിലൊക്കെ നോക്കിയാൽ ഹോച്ചിമിനെ കാണാൻ പറ്റും. ഇവിടുത്തെ വിയറ്റ്നാം ഡോങ്ങില്ലേ കറൻസി, അതിൽ നോക്കിയാൽ ഹോച്ചിമിനെ കാണാൻ പറ്റും. H&Mന്റെ ഒരു ടവർ കണ്ടോ? H&M ഞാനിപ്പോൾ ഇട്ട ടീഷർട്ട് H&M വെറും 400 രൂപയുള്ളൂ. പക്ഷേ ഈ ടവർ കണ്ടാൽ ബില്യൺസ് ഓഫ് ബില്യൺസിൻ്റെ ടവർ. എല്ലാവരും പറയുന്ന നാട്ടിൽ ആർക്കും വിയറ്റ്നാമിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാന്ന്. ട്രാവൽ ചെയ്തവർക്കും അറിയാം, പക്ഷേ വിയറ്റ്നാമിൽ വന്നാലേ മനസ്സിലാവുള്ളൂ ഇന്ത്യയൊക്കെ ഏത് ലെവലാണ്. ഇന്ത്യനെ പുച്ഛിക്കല്ല, ഇവിടുത്തെ എല്ലാവരും എന്താ പറയുക, സാധാ ആൾക്കാരെ മനുഷ്യന്മാരാണ്. വലിയ ജോബ് ഈ ഓവറോൾ പോപ്പുലേഷൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അത്യാവശ്യം നല്ല ജോബ്. ബാക്കി ആൾക്കാരൊക്കെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, ചെറിയ ചെറിയ ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഒരു മിനിമം എന്താണ്, സിറ്റി കംപ്ലീറ്റ് ഒരു മിനിമം ഇതുണ്ട്, വൃത്തിയുണ്ട് അല്ലേ? ഇന്ത്യയൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇന്ത്യ, കേരളമൊക്കെ ഇതേപോലെ സെറ്റാക്കട്ടോ. കേരള പ്രത്യേകിച്ച് ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു ഫോർവേഡ് തിങ്കിങ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ലേ. അപ്പം എന്തായാലും വിചാരിച്ചാൽ നടക്കും. ഇതാണ് വിയറ്റ്നാം, എന്താണ് ഹോച്ചിമിൻ ഓൾഡ് പോസ്റ്റ് ഓഫീസോ എന്താ പേര്? ഇതാണ് ഹോച്ചിമിൻ പോസ്റ്റ് ഓഫീസ്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പോസ്റ്റ് ഓഫീസാണ്. ഇവിടുന്ന് ഇപ്പോഴും നമുക്ക് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലെറ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോസ്റ്റ് ചെയ്യാം. വൺ ഓഫ് ദ സ്റ്റിൽ ഫങ്ഷനിങ് ഓൾഡ് പോസ്റ്റ് ഓഫീസസ് ആണത്. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഏത് കൺട്രിയിലേക്കോ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യാം. ഫോൺ എവിടെ? നിങ്ങള്
ഇതിൻ്റെ പേരെന്താ? സൈഗാൺ പോസ്റ്റ് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഉള്ളിലുള്ള ആയിരിക്കുമല്ലോ. പോസ്റ്റ് ഓഫീസ്. അവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യുക. പോയി നോക്കാം. ഇവിടെ എല്ലായിടത്തേക്കുള്ള സമയം കിട്ടും. ഇതാണ് നമ്മളെ സൈഗൺ പോസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് നമ്മളെ ഹോം കൺട്രിയിലേക്ക് നമുക്ക് ലെറ്റേഴ്സ് അയക്കാൻ പറ്റും. ലെറ്റേഴ്സ്, പാർസൽസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. പാർസൽ ചെയ്യാണ്ട് അവിടുന്ന് അല്ല ഇങ്ങനെ കൊണ്ടുപോകും. അത് പറ്റും. ഹ്യൂമൻ ട്രാഫിക്. ബുക്ക് വേണോ? ചേച്ചീൻ്റെ ബുക്ക് വേണോ? ബാക്കിലേക്ക് മുതലെന്നത് Only 2,10,000. എത്ര? 2,10,000. 2,10,000. 10,000. 4,15,000. 4,15,000. 3 lakh. 3 lakh. ഇങ്ങനെയാണ് പ്രൈസസ് വരുന്നത്. പക്ഷേ ഈ പ്രൈസ് ഞാൻ അപ്രൂവ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് ഇതിന്, ജസ്റ്റ് കാണുന്ന വാല്യൂ മാത്രമല്ല. അതുകൊണ്ട് ഈ റേറ്റിൽ ഞാനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. കംപ്ലൈന്റ് പറഞ്ഞാൽ തരില്ല. That's the England line, right? ലൈറ്റർ ഫ്ലൈറ്റ് കയറ്റാൻ വേണ്ടില്ല. വേറെ എന്ത് വാങ്ങിക്കാം? അമ്പത് വേറെ ചെറിയതൊന്ന് വാങ്ങിക്കാം. ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കാം. കാർഡ് അത് വരുന്നു കുറവാണല്ലോ. ആരാന്നറിയണ്ടേ? ഇത് മാഗ്നറ്റ് അല്ലേ? ഇതൊന്നുമില്ല, ഇത് മറ്റേ സൂനിയ.
Stamp card still again. ഇവിടെ ഫുഡാണ് പ്രധാനം കേട്ടോ. ഫുഡാണ് പ്രധാനം. ഖത്തർ പോലും ഫുഡാണ്. എന്താ Stamp. Yeah. ഞാൻ ആഷ്ലീനെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ തിരിച്ച് പോയിട്ട് വേണം കണ്ടുപിടിക്കാൻ, അല്ലേ ഇവിടുന്ന് അനൗൺസ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മളെ സൈഗാൺ പോസ്റ്റ് ഓഫീസിലെ സുവനീർ ഷോപ്സ്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സുവനീർ ഷോപ്സാണ്. പ്രൈസ് ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അത്ര മീൻസ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എന്നാൽ അത്ര ചീപ്പും അല്ല. പ്രൈസ് അത്യാവശ്യം ഒരു പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സ്ട്രാ, ഇപ്പോൾ നോർമൽ പ്രൈസ് നിന്ന് ഒരു എക്സ്ട്രാ 5 to 10% പേ ചെയ്യുന്ന ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഓക്കെയാണ് അല്ലേ? എത്രയാ? നോക്ക്, ഈ ചെയിന് 3,80,000. ഞാൻ പറഞ്ഞാൽ തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി അത് വേറെ എന്തെങ്കിലും മെറ്റലാണോ അല്ല സ്റ്റോൺ ആണോ എന്നറിയില്ല. ഭയങ്കര ശബ്ദമാണ്. ഏത് നമ്മളെല്ലാവരും ഫേസ് മസാജ് വരും. എങ്ങനെ ആക്കുന്ന ഇവർ യൂസ് ചെയ്യുന്നതാണല്ലേ? അത് 3 lakh വരും. നമ്മളവിടെ ഓൺലൈൻ നോക്കുമ്പോൾ 300-400 രൂപ. ആണോ? നമ്മളെവിടെയാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ ഇവിടുത്തെ ആ റേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. പ്രൈസ് ഉണ്ട് കേട്ടാ. ബുദ്ധ സ്ലീപ്പിംഗ് ബുദ്ധ. പൈസ చెప్పలు വാങ്ങിക്കാനൊക്കെ പറഞ്ഞു. എന്താന്ന് വാങ്ങി
Yes. Okay. No. Short glass. എന്തേലുണ്ട് ഷോർട്ട് ക്ലാസ് കൂടെ കണ്ടിട്ടുണ്ട്. സായ് നോട്ടർഡാം ഷോർട്ട് ഗ്ലാസ് വാങ്ങിയാലോ? എടുത്തോ. പൈസ കൊടുക്കണം. മാറി മാറി. ടാങ്ക്, കൊച്ചിമിൻ ടാങ്ക്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു സുവനീർ ഷോപ്പാണ്. എക്സ്ക്യൂസ് മീ. ഇവിടെ ഇഷ്ടംപോലെ സുവനീർസ് ഉണ്ട്. പക്ഷേ നമ്മളെ പുറത്തുള്ള പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാണ് ഈ സായിഗൺ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഒരു 30-40% എക്സ്ട്രാ പ്രൈസ്ഡ് ആണ് ഇവിടെ. đi xa rồi đó nhưng có còn nó có gửi cho nó đi nó rồi mày là đặt scam nó muốn ghẹo ba തട്ടിപ്പോലെ കൂട്ടാ ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഞാൻ കൊടുക്കാം. ഫുള്ളല്ല ലാംഗ്വേജും അറിയില്ല.